ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരിൽ ഒരാൾക്ക് രോഗമുക്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 11-കാരി ആശുപത്രി വിട്ടു. നിലവിൽ സംസ്ഥാനത്ത് 29 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ആശ്വാസകരമായ വാർത്തയാണ്. 11-കാരിക്ക് അസുഖം പൂർണ്ണമായി ഭേദമായി എന്ന് തന്നെയാണോ ആശുപത്രി ഇപ്പോൾ പറയുന്നത്? അങ്ങനെ തന്നെയാണ് സ്മൃതി. അതായത് മലപ്പുറം ചേളാരി സ്വദേശിനിയായ 11 വയസ്സുകാരിയിലാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ഭേദമായിരിക്കുന്നത്. അതായത് 15 ദിവസത്തെ ഇടവേളകളിൽ നടത്തിയ 2 ടെസ്റ്റിലും നെഗറ്റീവായാൽ ഇത് അസുഖം ഭേദമായി എന്നാണ് ഇതിന്റെ പ്രോട്ടോകോൾ പ്രകാരം കണ്ടുപിടിക്കാൻ കഴിയുക. അങ്ങനെ തന്നെ ഈ കുട്ടിക്ക് പരിശോധന പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ അസുഖം ഭേദമായി എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുമുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് ആകെ 71 അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകളാണ്. അതിൽ 23 പേർ രോഗമുക്തി നേടിയതായാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. വലിയ നേട്ടമാണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 29 പേരാണ് അസുഖം ബാധിച്ച് വിവിധ ആശുപത്രികളിൽ, സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ചികിത്സയിലുള്ളത്. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകുന്നത്. സാനിയോ, അതുപോലെ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? ചികിത്സയിലുള്ള ചിലർക്ക് ആരോഗ്യസ്ഥിതി ഗുരുതരമായിട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിലും 6 പേർ മുതിർന്നവരുടെ ആശുപത്രിയിലും അടക്കം 9 പേർ ചികിത്സയിലുണ്ട്. ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. ഇതിൽ 2 കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ല. അവർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡിസ്ചാർജായി പോകാൻ കഴിയുമായിരിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും പറയുന്നത്. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.